എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഷെയർ ചെയ്യുന്നത് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള ഒരു ഊണ് കോംബോ തന്നെയാണ്. അച്ചിങ്ങയും ചെമ്മീനും ഒലത്തിയതും എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന മോര് കാച്ചിയതുമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വളരെ വേഗത്തിൽ തയ്യാറാക്കിയെടുക്കാം, നല്ല ടേസ്റ്റും ഉണ്ടാവും. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അച്ചിങ്ങപ്പയർ നന്നായി കഴുകി നീളത്തിൽ ഇതുപോലെ മുറിച്ചെടുക്കണം. ഏകദേശം ഒരു 250 ഗ്രാം പയറുണ്ടത്. ഇനി ഇതിലേക്കൊരു 100 ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട്. വലിയ ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ പീസായിട്ട് മുറിച്ചിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ചെറിയ ചെമ്മീനാണെങ്കിൽ ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. വലുതാണെങ്കിൽ മുറിച്ച് തന്നെ ഇടുന്നതായിരിക്കും നല്ലത്. 7-8 ചെറിയുള്ളി, ഒരു തണ്ട് കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് അല്ലെങ്കിൽ ഇടിച്ച മുളക് ഇതിലേക്ക് എടുക്കാം. ഇതുപോലെ ചില്ലി ഫ്ലേക്സ് ചേർത്ത് തയ്യാറാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. അതുപോലെ ഉള്ളിയും കുറച്ച് അധികം ഇടുമ്പോഴാണ് ടേസ്റ്റ് കൂടുന്നത്. 7-8 ചെറിയുള്ളി എടുക്കാം. ചെറിയുള്ളി ചെറുതായൊന്നും മുറിച്ച് മാറ്റി വയ്ക്കണം. വലിയ ചെമ്മീൻ എടുക്കുന്നവരാണെങ്കിൽ ചെമ്മീൻ ക്ലീൻ ചെയ്യുമ്പോൾ ചെമ്മീൻ്റെ 2 ഭാഗത്തുള്ള ഈ ഒരു ബ്ലാക്ക് കളറിലുള്ള ആ ഒരു സംഭവം എടുത്ത് കളയുന്നത് നല്ലതായിരിക്കും. ഇതോട് കൂടിയും പലരും കറി വെച്ച് കാണാറുണ്ട്. ഇതെടുത്ത് കളയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ചെമ്മീൻ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് മാറ്റി വയ്ക്കാം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും ചെറിയുള്ളിയും ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് ഇടിച്ച മുളക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം നന്നായി മാറിയതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ചെമ്മീൻ ചേർത്ത് കൊടുക്കുക. ചെമ്മീൻ ചേർത്ത് കൊടുത്ത് ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള അച്ചിങ്ങപ്പയർ കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് അടച്ച് വെച്ചാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. ഒരുപാട് വെള്ളം ചേർക്കരുത്, കുറച്ച് വെള്ളം ഇത് വേവാൻ വേണ്ടി മാത്രം ചേർത്ത് കൊടുക്കുക. അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ 20 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുക്കണം. അടിയിൽ പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉലത്താണ്. ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ വേണ്ടി ഒരു തേങ്ങയൊന്നും ഇല്ലാത്ത മോര് കാച്ചിയതാണ് തയ്യാറാക്കുന്നത്. ഒരു പാത്രത്തിലേക്ക് മോരൊഴിച്ച് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കുക. കട്ടിയുള്ള തൈരാണ് എടുക്കുന്നതെങ്കിൽ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ ബീറ്റ് ചെയ്തിട്ടെടുക്കണം. അത്യാവശ്യം കട്ടിയുള്ള 1 കപ്പ് തൈരാണ് എടുത്തത്. അതിലേക്ക് ഒരു 3/4 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ ലൂസാക്കി എടുത്തിട്ടുണ്ട്.
ഒരുപാടങ്ങ് ലൂസാവണ്ട, എന്നാലും കുറച്ചൊന്ന് ലൂസാവുന്നത് നല്ലതാണ്. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ആകെ വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഉലുവ, കടുക്, ഒരു 2 ചെറിയുള്ളി ചെറുതായി മുറിച്ചെടുത്തത്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി ചോപ്പ് ചെയ്ത് എടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാം, ഒരു തണ്ട് കറിവേപ്പില എടുക്കാം. ഇതൊന്നും ഒരുപാട് കൂടണ്ട, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. നന്നായി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ചൂടായി വരുമ്പോൾ കടുക് ഉലുവയിട്ട് പൊട്ടിക്കുക. കൂടെ തന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയുള്ളി ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആയിട്ടുള്ളത് ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ പച്ചമണം മാറുന്നിടം വരെ ചെറിയ തീയിലൊന്ന് വെച്ച് കൊടുക്കുക. ഫ്ലെയിം കൂട്ടി കൊടുത്താൽ ഇത് കരിഞ്ഞു പോവും, അങ്ങനെ ചെയ്യരുത്. ചെറിയ തീയിൽ വെച്ച് കൊടുത്ത് നല്ലപോലെ ഒന്ന് പച്ചമണം മാറ്റി ഫ്രൈ ആക്കി എടുക്കുക. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2-3 വറ്റൽമുളകും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് താളിച്ചെടുത്ത് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തൈരിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനെ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തൈരിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നല്ല ടേസ്റ്റിയാണ്. വളരെ എളുപ്പത്തിൽ ഒരു 5 മിനിറ്റിൽ താഴെ കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന കറിയാണ്. ഈ ഒരു ചെമ്മീനും അച്ചിങ്ങയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കുക. നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് ചെമ്മീനും അച്ചിങ്ങ ഉലത്തിയതും അതുപോലെ ഈ ഒരു മോര് കാച്ചിയതും. എളുപ്പത്തിൽ തയ്യാറാക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ, റെസിപ്പീസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെയും നല്ല നല്ല റെസിപ്പികളായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.